ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മളെവിടെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഷെയ്ഖ് സായിദ് മോസ്ക് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളെവിടേക്കാണ് വരിക? പാലസ് അല്ലേ? ഈ പാലസും ഷെയ്ഖ് സായിദിൻ്റെ പാലസായിരുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഒരു ഗ്രാൻഡ് ഹോട്ടലാണ് കേട്ടോ. എന്താണ് ഈ പാലസിൻ്റെ ഒരു ഭംഗി! എത്ര വർണ്ണിച്ചാലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലടോ. എന്ത് ഭംഗി! ലൈറ്റും കാര്യങ്ങളും തൂണും തുരുമ്പും ഒക്കെ എന്താ പറയുക, സ്വർണ്ണവർണ്ണങ്ങളാൽ എന്താ പ്രകാശപൂരിതമെന്നൊക്കെ പറയൂലേ, കവിതയ്ക്കാണ് വായിൽ വരുന്നത് കേട്ടോ. എന്തോരം വിദേശികളാണെന്നോ ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്തെടുക്കണമൊക്കെ. നല്ല എന്താ പറയുക, സുന്ദരിമാരായ മദാമ്മമാരാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഓടി നടന്ന് വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും കാണലും ഒക്കെ കൂടെയാണ് കേട്ടോ. ഞാൻ എൻ്റെ റിനിമോളെ എന്താ പറയുക, ഒരു ബോഡി ഗാർഡായിട്ടാണ് വെച്ചിരിക്കണത്. ഞാനെടുക്കാത്ത വീഡിയോ റിനിമോൾ എടുക്കുമെന്നും പറഞ്ഞിട്ട്. ഇത് രണ്ടതൊരു കുളം പോലെയൊക്കെ എന്ത് ഭംഗിയാണെടോ. എത്ര പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോരം ഭംഗിയാണെന്ന് അറിയാം. അത്ര ഭംഗി. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. ഇത് കണ്ടോ, ഈ ഓർക്കിഡ് മറ്റേ ചന്ദനത്തിൻ്റെ മരത്തിലാണ് ഈ ഓർക്കിഡിനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ചന്ദനത്തിൻ്റെ ആ കാതൽ അടിഭാഗമല്ലേ, അതിൽ വെച്ചിട്ട്. പിന്നെ എന്താ പറയുക, ഈ ഈത്തപ്പഴത്തിൻ്റെ പനകളൊക്കെ നോക്കുക, ഉള്ളിൽ കൂടെയാണിത് വളരണത്. പക്ഷേ അത്രയും ഹൈറ്റും കാര്യങ്ങളും ഉണ്ട് പാലസിന്. എന്താ അത് അറിയില്ല. അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയണില്ല. എനിക്കിത് പറഞ്ഞു തരാൻ അറിയണമില്ല. ഞാനേ ഇത് കണ്ടിട്ട് കണ്ണ് തള്ളി പോയിരിക്കുകയാണ്. എത്രങ്ങാനും എന്തെല്ലാം കാഴ്ചകളാണ് ഇതിൻ്റെ അകത്തുനിന്നോ. ചില ഭാഗത്തൊന്നും എന്താ പറയുക, വീഡിയോസ് എടുക്കാൻ അയച്ചില്ല കേട്ടോ. എന്നാലും എടുക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെയോ അത്രയും മനോഹരം എന്ന് പറയൂലേ, അങ്ങനെ. പിന്നെ ഓരോ ഭാഗത്തൊക്കെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ട്. ഓരോരോ എന്തൊക്കെയൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു വെളുത്ത സുന്ദരിയായ ഒരു മദാമ്മ പിയാനോ വായിച്ചിട്ട് നല്ല ഈണത്തിലും ട്യൂണിലൊക്കെ ഇംഗ്ലീഷ് സോങ്ങൊക്കെ ആലപിച്ചിരുന്നു കേട്ടോ. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനതിലൊക്കെ കുറച്ച് നേരം ലയിച്ചിരുന്ന് പോയി, അതിൻ്റെ സൗന്ദര്യത്തിലെന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ നമ്മൾ ഈ മലയാളികൾ മാത്രം ഇങ്ങനെ വായുപൊഴിച്ച് നോക്കി നിൽക്കുള്ളൂ. അവർക്കാർക്കൊന്നും അതൊരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരസ്പരം നോക്കാൻ തന്നെ സമയമില്ലാത്തൊരു എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു ഇത് അല്ലാത്ത എന്താ പറയുക. ഇത് കണ്ടോ, ഇത് ഹോട്ടലാണ് കേട്ടോ. ഈ പാലസിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ വേറെ ഭാഗത്തും ഉണ്ട് റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും എന്തൊന്നുമില്ല, വീഡിയോ ഒന്നും അലൗഡ് അല്ല. അത് കാരണം പുറത്തുനിന്ന് ഇത്രയും എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ പുറത്തത്തെ ഇതിൻ്റെ വാഷ് ബേസ് കാണും, എന്തൊരു ഭംഗിയാണെന്നോ. ഇതുണ്ടോ, ഇതൊക്കെ ഒരു ഗ്രാനൈറ്റ് ഇല്ല, മാർബിളില്ല, ഒരു വില കൂടിയ കല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. സത്യത്തിൽ പറഞ്ഞാൽ വാഷ്റൂമിൽ പോകാനല്ല, ഇനിയിപ്പോൾ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണ് നോക്കാൻ വേണ്ടി പോയതാണ്. അതിലും ഗംഭീരം എന്ന് അറിയൂലേ, ഇതാണ് വാഷ്റൂം കേട്ടോ. എന്ത് ഭംഗിയിടോ, ഒക്കെ ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത് തോന്നും. അത്രയും മനോഹരം എന്നൊക്കെ പറയില്ലേ. എവിടെ നോക്കിയാലും നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരമില്ല, കുറേ നേരം ഇരിക്കാനാണ് തോന്നിയത്. പക്ഷേ നമുക്ക് സമയമില്ല. ഇത് കണ്ടിട്ട് വേണം ഇനി ഇവിടെ പോവാൻ, ദുബായ് പോവാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാപ്പാക്ക് ലീവില്ലാന്ന്. ആകെ 3-4 ദിവസമേ ലീവുള്ളൂ. പാപ്പ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ വണ്ടി ഓടിക്കാനും കാര്യങ്ങളും എല്ലാത്തിനും. ആഷിമോനിക്ക് ലൈസൻസ് ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളിതിനി എന്താ പറയുക, തിരിച്ച് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുണ്ടോ, അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. കാറുകൾ നിരന്ന് ഇരിക്കാൻ തോന്നും, പക്ഷെ അത് കാറുകളല്ല. അതെന്താണെന്നറിയോ, പിന്നെ എന്താ പറയുക, പുറത്ത് നിന്ന് ബോഫെ പോലെ കഴിക്കുന്ന സംഭവമാണ് അതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പാലസിനോട് വിട പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് എവിടേക്കാണെന്നറിയോ, ദുബായ്ക്ക്. ഫുഡ് കഴിച്ചിട്ടില്ല, ദുബായിലെത്തിയിട്ട് കഴിക്കാറുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കണ്ടതൊക്കെ കഴിച്ചിട്ട് ആർക്കും ഒരു വിശപ്പില്ല എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.